ഇടുക്കി അടിമാലിയിൽ വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് മരിച്ച ബിജുവിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് തറവാട്ട് വീട്ടിൽ നടക്കും. ഗുരുതരമായി പരിക്കേറ്റ ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ഇപ്പോൾ ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജോസിൽ, ഒരു ദാരുണമായ സംഭവം. ദേശീയപാത അതോറിറ്റിയുടെ ശാസ്ത്രീയമായ മണ്ണെടുപ്പ് കവർന്ന ഒരു ജീവൻ സന്ധ്യ എന്ന് പറയുന്ന ഭാര്യയുടെ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്ത് 3 മണിയോടുകൂടി തറവാട്ട് വളപ്പിൽ തന്നെയാണ് സംസ്കാരം നടക്കുക. മറ്റെന്ത് വിവരങ്ങളാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, ഞാനിപ്പോൾ ഉള്ളത് അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ്. താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് ഇപ്പോൾ നെടുമ്പള്ളിക്കുടി ബിജുവിൻ്റെ മൃതദേഹം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുശേഷം നെടുമ്പള്ളിക്കുടി എന്ന് പറയുന്ന ഇവരുടെ തറവാട്ട് വളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ 3 മണിക്ക് ആരംഭിക്കുന്നത്. വലിയ ദാരുണമായ സംഭവം നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ സംസ്ഥാന സർക്കാർ എടുത്തൊരു മുൻകരുതൽ, ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ കഴിഞ്ഞത് 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ദേശീയപാത അതോറിറ്റിക്ക് നേരെ ഉയരുകയും ചെയ്യുന്നത്. അശാസ്ത്രീയമായ മണ്ണെടുപ്പ് തന്നെയാണ് ആ ജീവൻ കവർന്നത്. തീർച്ചയായിട്ടും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. പ്രത്യേകിച്ച് പാരിസ്ഥിതിക ആഘാതം പഠിക്കാതെയുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഇവിടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് വലിയ ദുരന്തം. ഇപ്പോൾ ഇതുകൊണ്ടെങ്കിലും പാഠം പഠിച്ചില്ലെങ്കിൽ വലിയ ദുരന്തം ഈ മേഖലയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എല്ലാ മഴക്കാലത്തും നമ്മൾക്ക് ഈ മേഖലയിൽ മണ്ണിടിച്ചിലിൻ്റെ വാർത്തകൾ തുരിതരയായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു തത്വദീക്ഷയുമില്ലാതെ വലിയ ഉയരത്തിൽ മണ്ണ് ഇങ്ങനെ ഉയർത്തി കട്ട് ചെയ്ത് നിർത്തിയാൽ വലിയ ദുരന്തം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നുള്ള ആവശ്യം പല ഘട്ടങ്ങളിലും ഈ പ്രദേശത്തെ ആളുകളും പൊതുപ്രവർത്തകരും എല്ലാം ഉയർത്തിയിട്ടുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് തന്നെ വളരെ അശാസ്ത്രീയമായിട്ടാണ്. കാരണം ഈ വെള്ളം ഇറങ്ങുന്ന ഈ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുന്നത് പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു ഡാം പോലെ, ഒരു ജലബോംബ് പോലെ കെട്ടി നിൽക്കുന്ന രീതിയിൽ ഒറ്റ വാർക്കയായിട്ട് ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും അവിടേക്ക് വെള്ളം കെട്ടി നിന്ന് ഈ റോഡിലേക്ക് ഈ കോൺക്രീറ്റ് കെട്ട് തന്നെ മറിഞ്ഞു വീണ് വലിയ അപകടം. നമുക്കറിയാം, മൂന്നാറിലേക്കുള്ള പ്രധാന പാതയാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ എന്നുള്ള കാര്യം അറിയാം. കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയതുപോലെ മൂന്നാറാണ് ഏറ്റവും കൂടുതൽ ടൂറിസം വരുമാനം കേരളത്തിന് നേടിത്തന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വിദേശികളും സ്വദേശികളുമായ നിരവധി ആളുകൾ മൂന്നാറിലേക്ക് അടക്കം സഞ്ചരിക്കുന്ന പാതയാണിത്. ആ പാതയിൽ ഇത്തരത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ വലുതാകും കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു പഠനം ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്ന. ഈ നിർമ്മാണ രീതിയെക്കുറിച്ച് വളരെ വ്യക്തമായ പഠനം നടത്തി ശാസ്ത്രീയമായ രീതിയിൽ ഇവിടുത്തെ മണ്ണെടുപ്പും അതുപോലെ തന്നെ സംരക്ഷണ ഭിത്തി നിർമ്മാണവും എല്ലാം ഒരുക്കണം എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തം. ഏതായാലും ഇതുകൊണ്ടെങ്കിലും പാഠം പഠിച്ച് കൃത്യമായിട്ട് ഒരു വിലയിരുത്തൽ നടത്തി മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത്, ഈ ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും അതുപോലെ തന്നെ LSGDയും അതുപോലെ തന്നെ മറ്റ് വകുപ്പുകളെ എല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും ആ റിപ്പോർട്ട് വരുന്നതോടും വരെ തൽക്കാലത്തേക്ക് ദേശീയപാത അതോറിറ്റിയോട് ഈ പണി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യം അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് ആലോചിച്ച് തീരുമാനിക്കും എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞുകൊണ്ട്, ഒപ്പം തന്നെ ഈ വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയുമായിട്ട് ഈ ലക്ഷം വീട് ഉന്നതിയിൽ താമസിക്കുന്ന ആളുകൾ അവർക്ക് അവിടെ തുടർന്ന് ജീവിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം അനുയോജ്യമാണോ എന്നുള്ള കാര്യം അടക്കം ഇപ്പോൾ പരിശോധിക്കുമെന്നുള്ളതും മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുന്നുണ്ട്. അവർക്ക് തുടർന്ന് അവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള തൽക്കാലത്തേക്ക് അവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമെന്നും മറ്റ് കാര്യങ്ങളെല്ലാം അവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആലോചിച്ച് സർക്കാർ നടപടിയെടുക്കുമെന്നുള്ള കാര്യമാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ ദേശീയപാത അതോറിറ്റിയുടെ കാര്യത്തിൽ ശക്തമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ആ വീഴ്ച പരിഹരിച്ച് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഈ പ്രദേശത്തെ ജനപ്രതിനിധികളെല്ലാം കരുതുന്നത്. സിജു, ശരി. ജോസിൽ സെബാസ്റ്റ്യനാണ് അടിമാലിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. അടിമാലിയിൽ അപകടത്തിനിടെ മരിച്ച ബിജുവിൻ്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് തറവാട്ട് വളപ്പിൽ നടക്കും.